ഇത് കടുവയെന്ന് പറഞ്ഞു. കടുവ എന്ന് പറഞ്ഞാൽ മുതിർന്നൊരു കടുവയല്ല, 6 മാസമായ കുട്ടികളെ കൂട്ടം പിരിഞ്ഞ അഭിപ്രായത്തിൽ 3 ഉണ്ട് അവര് പറയുന്നത്. ഇവിടെ തന്നെ എന്താ പറയാ ടെറിട്ടറി ആയിട്ട് 3 ഇങ്ങനെ വലസി നടക്കുന്നുണ്ട്. 6 മാസമായ പറയുന്ന ഇറങ്ങിയതായിരിക്കും അല്ലേ? കൂട്ടം പിരിഞ്ഞ ഇതിന്റെ അടുത്തേക്ക് വന്ന ലക്ഷണമൊന്നും ഇല്ലല്ലേ? വന്നിട്ടില്ല. ഇന്നലെ ഈ ഒരു സന്ധ്യാ ടൈമിൽ ഈ പാറപ്പുറത്ത് വന്നായിരുന്നു. ആണല്ലേ? സന്ധ്യ നേരത്ത്. ഇത് പുലിയാണെന്ന് തന്നെയല്ലേ പറഞ്ഞു? ചിലവർ പുലിയുണ്ട് കടുവയുണ്ടെന്ന് പറഞ്ഞത്. മനസ്സമാധാനം എന്തായാലും പോയി കിട്ടി. ആണല്ലേ? ഈ പുലി ഇവിടെ വർഷങ്ങളായിട്ടുള്ളതാണ്. അങ്ങനെ ആളുകൾക്കോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കോ ഒന്നും ഉപദ്രവമൊന്നും ഇല്ലാത്തൊരു സാധനം അത്. പക്ഷെ ഈ കടുവ ഇറങ്ങിയതുകൊണ്ടാണ് ഈ മൃഗങ്ങളും എല്ലാ സാധനങ്ങളും നഷ്ടപ്പെടാൻ തുടങ്ങിയത്. അല്ലാണ്ട് ഇവിടെ എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ് ഈ പുലി. നമ്മൾ നിരന്തരം കാണുന്നതുമാണ്. അങ്ങനത്തെ ഒരു ശല്യക്കാരനൊന്നല്ല അയാള്. ആ ഒരു പുലി ഇനി അത് തന്നെയാണോന്ന് പറയാൻ പറ്റില്ല. ഇനി ഒന്നാണോ ഉള്ളത്, ഒന്നല്ല രണ്ടാണോ, നമ്മൾ കാണുമ്പോ എല്ലാം ഒരേപോലെ തന്നെയാണ്. പക്ഷെ ഇന്നലെ കണ്ടത് കുറച്ചുകൂടി വൃത്തിയുള്ള ഒരു പുലിയാണ്. നമസ്കാരം. ഞാൻ ഇന്നുള്ളത് വയനാട് ജില്ലയിലെ ചുണ്ടയ്ക്കടുത്തുള്ള പെരുന്തട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. പെരുന്തട്ടയിലെ കുറേ അധികം വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് എന്ന് പറയുന്ന പോലെ തന്നെ മൃഗപ്രശ്നം ഉള്ള ഒരു പ്രദേശമാണ്. കൂടുതലായിട്ട് ഇവിടെ പുലിയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൂടാതെ ഒരിടയ്ക്ക് കടുവയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇതിന് മുന്നത്തെ കുറച്ച് എപ്പിസോഡുകൾക്ക് മുന്നേ നമ്മൾ കണ്ടിരുന്നു കടുവ വന്ന് പശുവിനെ പിടിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം കൂടും കാര്യങ്ങളൊക്കെ വെച്ച് കടുവ ഗർജിക്കുന്ന സൗണ്ട് CCTV ക്യാമറ കിട്ടുകയൊക്കെ ചെയ്തിരുന്നു. ഇതൊക്കെ ഈ ഒരു പ്രദേശത്ത് നിന്ന് നടന്ന ഒരു കാര്യമാണ്. ഏതായാലും അതിനുശേഷം കൂട് വെച്ചെങ്കിലും കടുവ അതിലൊന്നും കയറിയില്ല. വീണ്ടും പല ഭാഗത്തായിട്ട് കടുവയും പുലിയും ഒക്കെ മത്സരിച്ച് പശുക്കളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളുടെയും പശുവിനെ നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസങ്ങൾക്ക് മുന്നേ ഒരു പശുവിനെ കൂടെ ഇവിടുന്ന് പിടിച്ചിട്ടുണ്ട്. പുലിയാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. കൂടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പശുവിൻ്റെ ജഡം അവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂട്ടിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്. കൂടുതലും ഒത്തിരി ആൾക്കാർ ഇവിടെ ക്ഷീര കർഷകരായിട്ടുള്ളവരുണ്ട്. കൂടുതലും പശുക്കളെയും ആടുകളെയൊക്കെ മേയിച്ചാണ് പലരും ഇവിടെ ഉപജീവനം നടത്തുന്നത്. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ആ പ്രദേശത്താണുള്ളത്. വീണ്ടും ഒരുപക്ഷെ നിങ്ങൾ ഈ പ്രദേശം കണ്ടിട്ടുണ്ടാവും പല എപ്പിസോഡുകളിലും. സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഇതിന് മുന്നേയും വന്നിട്ടുണ്ട്. ആ കാണുന്ന വീട്ടിലും ഇതിന് മുന്നേ പശുവിനെ പിടിച്ചിട്ടുണ്ട്. ഏതായാലും ഇവിടെ വേറെ ഒരു ചേട്ടൻ്റെ പശുവിനെ കൂടെ പിടിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മളിനി ആ ഒരു കാര്യമാണ് അവരോട് ചോദിച്ച് അറിയാനായിട്ട് പോകുന്നത് കേട്ടോ. പേരെങ്ങനെയാണ്? എൻ്റെ പേര് വിജയൻ. എന്നാണ് ഈ സംഭവം നടന്നത്? ഞായറാഴ്ചയാണ് കഴിഞ്ഞത്. ഞായറാഴ്ച അല്ലേ? ഞായറാഴ്ച, അതായത് ഇന്ന് ചൊവ്വാഴ്ച, 2 ദിവസം മുന്നേ അല്ലേ? എന്താണെന്ന് വല്ലതും അറിഞ്ഞോ? എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ രാവിലെ പുലർച്ചയ്ക്ക് കറക്കാൻ വന്നായിരുന്നു. പശുക്കളെ കണ്ട് കാണുന്നില്ല. ഒക്കെ 8 ആഴ്ച പോയിട്ടുണ്ട്. 8 ആഴ്ച പോയിട്ട് ഒരു പശുവുണ്ട് കടയിൽ മുറ്റത്ത് നിൽക്കുന്നത്. അപ്പോൾ ആട്ടിക്കൊണ്ടുപോയി കറക്കാൻ വേണ്ടി ആട്ടിക്കൊണ്ടുപോകാൻ നിൽക്കുന്നപ്പോൾ പശു അരയിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഞാൻ അച്ഛനെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞു. പോയി നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇത് പശുക്കുട്ടീനെ ഒക്കെ തിന്ന് വലിച്ച് അയച്ച് കൊണ്ടുപോയിട്ടുണ്ട്. വലിച്ചോണ്ട് പോയിട്ടുണ്ട്. വലിച്ച് വെച്ച് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഒരു അലക് തടഞ്ഞുകൊണ്ട് അവിടെ ഇട്ടിട്ട് പോയി. സംഗതി ഇട്ട് പോവായിരുന്നു. എന്താ അലക് തടഞ്ഞുകൊണ്ട് കയറോട് കൂടിയിട്ട് കൊണ്ടുപോയത്. തടസ്സം വന്നപ്പോൾ അവിടെ ഇട്ടിട്ട് പോയി. പിന്നെ ആ ഫോറസ്റ്റിനെ അറിയിച്ചു. അവർ വന്നു. പിന്നെ ഇതേമാതിരി തന്നെ കഴിഞ്ഞ നവംബർ മാസത്തിലും 2 കന്നുകുട്ടികളെ. അപ്പോൾ അത് എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു. അപ്പോൾ കാര്യമാക്കിയില്ല. ഇതിപ്പോൾ തൊഴുത്തിൽ വന്ന് പിടിച്ചപ്പോഴാണ് വിഷയത്. ഇതിപ്പോൾ ഒരു 3-4 മാസത്തിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു 5-6 വർഷമായില്ലേ? 5-6 ഇത് 7ാമത്തെ തോന്നുന്നു. ഒരുപാട് പിടിച്ചിട്ടുണ്ട് ഇവിടെ. ഒരു 10-15 വർഷം മുന്നേ അന്നും പിടിച്ചിട്ടുണ്ട് ഒരു വലിയ പശുവിനെ. നിങ്ങൾ തന്നെ? ഞങ്ങളുടെ പശുവിനെ തന്നെ. ഇതിപ്പോ ഈ എസ്റ്റേറ്റ് ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നുള്ളൂ അല്ലേ? ഇതിപ്പോ 4 എൻ്റെ പശുക്കളെ തന്നെ. 3-4 ഇപ്പോൾ അല്ലേ? എത്ര പശുണ്ട് ഇപ്പോൾ? 3-5 പശുക്കളുണ്ട്. അതിൽ പറഞ്ഞാൽ പോയേ? ഒരു ചെറിയ കന്നുകുട്ടിയാണ് പോയത്. പാൽ കുടിക്കുന്ന കുട്ടിയാണ് പോയത്. ചെറിയ പശുക്കിടാവാ പോയെ? പശുക്കിടാവാണ്. കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അല്ലേ?
അപ്പോൾ ഇത് ഇന്നലെ ഈ പാറപ്പുറത്ത് പുലിയെ കണ്ടെന്ന് പറഞ്ഞു. നമ്മൾ സ്ഥിരം ഇതിലും കാണുന്നത്. ഇതിപ്പോൾ പൊലച്ചയ്ക്ക് നീറ്റ് വരികയാണ്. പിന്നെ 10-15 മിനിറ്റ് വേണം വീട്ടിലേക്ക് ആൾ കടയിൽ തൊഴിലേക്ക് വരാൻ. അതെ അതെ. അപ്പോൾ ഈ നടന്നു വരുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട്. ആണല്ലേ? ഇവിടെയൊക്കെ ആളുകൾ താമസിക്കുന്ന സ്ഥലമല്ലേ? ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ആ തൊഴുത്തൊന്ന് കാണിക്കാവോ? ഇത് ശരിക്കും പെരുന്തട്ടല്ലേ? പെരുന്തട്ട നമ്പർ 1. പശുക്കുട്ടി ഇതിനെ വെച്ച് കിടാവിനെ വെച്ചിട്ടുള്ളതല്ലേ? ഇന്നും കൂടി വെച്ചിട്ട് നാളത്തേക്ക് എടുത്ത് ഇന്നലെ ജനങ്ങളുണ്ടായിരുന്നു ഇവിടെ. ഈ പാറപ്പുറത്ത് വന്നിരുന്നു ഇവിടെ. ഇവിടെ വന്നാ മുകളില് ഇവിടെ ഒരു പാറപ്പുറം കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങോട്ട് നോക്കാം. എത്ര മണിക്ക് വന്നേ? അവർ വൈകിട്ട് 5 മണി 5:30 6 മണിയാ നേരത്താണ് കണ്ടിട്ടുള്ളത്. ആണല്ലേ? കണ്ടോ ഉണങ്ങിപ്പോയി പശുക്കിടാവില്ലേ? അപ്പോൾ നാളെ രാവിലെ ഒന്ന് കുഴിച്ചിടാന്ന് പറഞ്ഞു. സ്മെല്ലായി കാണും അല്ലേ? സ്മെല്ല് ഇന്ന് സ്മെല്ലില്ല, ഇന്നലെ സ്മെല്ലുണ്ടായിരുന്നു. ആണല്ലേ? ഉണങ്ങിപ്പോയോണ്ട് കൂടൊക്കെ വെച്ചിട്ടുണ്ട്. ആണല്ലേ? അപ്പോൾ നാളെ നമുക്ക് ആടിനെ വെക്കാന്ന് പറഞ്ഞവര്. ആടിനെ വെക്കാന്ന് പറഞ്ഞു. ആണല്ലേ? ഇതല്ലേ കൂട് വെച്ചേക്കുന്നത്? കൂട്ടിൻ്റെ അകത്ത് പശുക്കിടാവുണ്ടല്ലേ? ഈച്ചയായിട്ടോ. ഈ ഇതല്ലേ തൊഴുത്ത്? അല്ല, ഇതിപ്പോൾ ഇത് മാത്രമല്ല, സ്കൂൾ പരിസരം ഇതേമാതിരി കാട് പിടിച്ച് കിടക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് പിള്ളേരുണ്ടോ അവിടെ? കുറെ കുട്ടികളുണ്ടോ? കുട്ടികളുണ്ട്. LKG മുതലുണ്ട്, 7ാം ക്ലാസ് വരെ ഉണ്ട് കുട്ടികളല്ലേ. അതിനടുത്ത് നിന്ന് ഇന്നാളൊരു പശുവിനെ പിടിച്ചില്ലേ? പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് പള്ളീൻ്റെ താഴത്ത് വെച്ചിട്ട് ഒന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഏത് പള്ളീനെ? അബുതായർ ഈ പള്ളീനെ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലെ പള്ളീൻ്റെ ഉള്ളിൽ തൊട്ട് താഴ്ന്ന് വെച്ചിട്ടും ഒരു പശുവിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ ഒരുപാട് പശുക്കൾ പിടിച്ചു. ഇപ്പൊ ഇത് എന്നാ കൂട് വെച്ചേ? ഞായറാഴ്ച വെച്ചിട്ടുണ്ട്. വെച്ചല്ലേ? ഇത് എവിടെയാ കിടന്നത്? ബോഡി എവിടെയാ കിടന്നത് പശുവിന്റെ? ബോഡി ഇതാ ഇവിടുന്ന് ഈ മരങ്ങളില്ലേ ഒരു അലക കിട്ടി. അതാ അലകാണ് സാറേ. അതേമാതിരി ആ തൂണ് തൊട്ട് ഈ തൂണ് വരെ ഒരലക ഉണ്ടായിരുന്നു. അത് പൊട്ടിച്ചിട്ട് ഈ ഇത് തടഞ്ഞുകൊണ്ട് അവിടെ ഇട്ടിട്ട് പോയി. കമ്പടക്കം ഉണ്ടായത്. എന്നിട്ട് അപ്പൊ അവിടെ കിടന്നു. ആ ഭാഗത്ത് കിടന്നു അല്ലേ? ആ ഭാഗത്ത് കിടന്നു. ഇപ്പൊ എന്താ പറഞ്ഞേ? ഒരു ക്യാമറയൊക്കെ വെച്ചോ? ക്യാമറ മുകളിൽ വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ? ഫ്ലാഷ് അടിക്കുന്ന ക്യാമറ വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് സാധാ ക്യാമറ വെച്ചിട്ടുള്ളത്. ഇതിന് അവിടെ വന്നിട്ട് ഫ്ലാഷ് അടിക്കുന്നതുകൊണ്ട് പുലി വന്ന് കൂടിൻ്റെ അടുത്ത് വന്ന് നോക്കിയിട്ട് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ ഇതുണ്ടായിരുന്നു അവിടെ ഫോറസ്റ്റിൻ്റെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ഒരുപാട് പറഞ്ഞു ഫ്ലാഷ് അടിക്കുന്നത് വേണ്ട, സാധാ ക്യാമറ മതി എന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് വന്ന ലക്ഷണമൊന്നുമില്ലല്ലേ? വന്നിട്ടില്ല. ഇന്നലെ ഈ ഒരു സന്ധ്യ ടൈമിൽ ഈ പാറപ്പുറത്ത് വന്നായിരുന്നു. ആണല്ലേ? സന്ധ്യ നേരത്ത്. ഇത് പുലിയാണെന്ന് തന്നെയല്ലേ പറഞ്ഞു? ചിലവർ പുലിയുണ്ട് കടുവയുണ്ടെന്നൊക്കെ പറഞ്ഞത്. മനസ്സമാധാനം എന്തായാലും പോയി കിട്ടി. ആണല്ലേ? പക്ഷെ ഇത് പുലിയായിരിക്കും അല്ലേ? ഇത് പുലിയാണ്. ഇത് കടുവ കുഞ്ഞാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു കുറച്ച് അവർ പറഞ്ഞു അങ്ങനെ? അവർ പറഞ്ഞു. കുറച്ചാര് കടുവയാന്ന് പറഞ്ഞു? കടുവ വലിയ കടുവ അല്ല, ചെറിയ വലിയ ഇതില്ലാതെ വലിയ പ്രായമില്ലാത്തൊരു കടുവയാണെന്നാണ് പറഞ്ഞത്. കുട്ടിയാന്നാണ് പറഞ്ഞത്. പുലിയാന്നുള്ള രീതിയിലല്ലേ വാർത്തയൊക്കെ വന്നേ? വാർത്തയിൽ എങ്ങനെ വന്നത്? പുലിയാണെന്നും പറയുന്നുണ്ട്. എന്തായാലും മനസ്സമാധാനം പോയി എന്തായാലും. സ്കൂൾ പരിസരം ദയനീയം തന്നെ. അവിടെയും കാട് പിടിച്ച് കിടക്കുകയാണ്. അതിന് കിട്ടാനുള്ള സാധ്യത കുറവല്ലേ? ഇനി കയറാനുള്ള സാധ്യത കുറവല്ലേ? ഒന്നുകൂടി നോക്കിയിട്ട് ഇതാക്കാന്ന് പറഞ്ഞു. ഇന്നലെ വന്ന് കടുവയാണെങ്കിലല്ലേ ഈ കടുവയല്ലേ പിടിച്ചു വെച്ചിട്ട് കഴിക്കുള്ളൂ. പുലി അങ്ങനെ പിടിച്ചു വെച്ച് ഇത് കഴുത്ത് പിടിച്ചിട്ടുണ്ട് കൊല്ലാൻ വേണ്ടിയിട്ട്. പിന്നെ നാവിഭാഗമാണ് കോട്ടലൊക്കെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. ആണല്ലേ? അങ്ങനെയായിരുന്നല്ലേ കിടന്നത്? ഇതാട്ടോ അവിടുത്തെ ഒരു സ്ഥിതികളാണ്. നിങ്ങൾ കൂടുതൽ എസ്റ്റേറ്റ് തൊഴിലാളികളായിരിക്കും അല്ലേ? എവിടെ? ഇവിടെ എസ്റ്റേറ്റ് ഇപ്പോൾ പൂട്ടി കിടക്കുകയാണ്. അല്ലേ? അതെ, എല്ലാവരും എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട പാടിയിലല്ലേ?
ആ തൊഴിലാളികൾ നിങ്ങളൊക്കെ പാടിയിലല്ലേ താമസിച്ചോണ്ടിരുന്നത്? എല്ലാവരും പാടികളിലും ഉണ്ട്, പുരകളിലും ഉണ്ട്. അല്ലേ? ഇവിടെ നിങ്ങൾ എല്ലാവരും കൂടുതൽ പാടിയിൽ താമസിക്കുന്നവരെല്ലാവരും തന്നെ? പാടിയിൽ ഇപ്പോൾ ആൾക്കാർ കമ്മിയാണ്, എന്നാലും അടുത്തടുത്ത് പുരകളൊക്കെ ഉണ്ട്. ആണല്ലേ? ആ, പാടി പരിസരങ്ങളൊക്കെ പുരകളുണ്ട്. സ്വന്തമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാ? ആ, സ്ഥലങ്ങളുണ്ട്. ആണല്ലേ? പിന്നെ ഒരു സന്ധ്യയായി കഴിഞ്ഞാൽ മനുഷ്യർ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇത്. അതല്ലേ? മൊത്തത്തിൽ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാണ്. പാർപ്പുറം ഒന്ന് കാണിച്ചിരോ? ഏത് എവിടെ നിന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റും? ഇന്നലെ ഏത് പാർപ്പുറത്തുണ്ടായിരുന്നേ? ആർക്കൊന്നിനും മുകളിൽ കിടുവാ? അപ്പടാ. ആ സാറേ, ഇത് ഇനി വേണം അത്? അല്ല, അതോട്ട് ഇങ്ങോട്ട്. എന്താ പറഞ്ഞ മൂപ്പരെന്താ പറഞ്ഞേ? പിന്നെ ഏരക്കുന്ന് എന്ന് പറഞ്ഞ കുന്നുണ്ട് തൊട്ടപ്പുറത്ത്, അവിടെ കടുവുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കുന്നില് പുലിയുണ്ടല്ലേ? നമ്മളെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നേരെ ഫ്രണ്ട് മുന്നോട്ട് നോക്കുമ്പോൾ ഒരു കുന്ന് കാണുന്നില്ലേ? ആ കുന്നില്, സ്കൂളിന്റെ നേരെ മുമ്പിൽ. ആ, മുന്നിലുള്ള ഏരക്കുന്നല്ലേ? ആ, ഇവിടെ പുലിയാണ്ടല്ലേ? ഇത് ഏത് ഇവിടെ ഏത് പാറപ്പുറത്താ കണ്ടേ? ഈ പാറപ്പുറത്ത് എന്താ ഇവിടെയാ? ആ, ഉണ്ടാണേ. ഓയ് ഉണ്ടാ ഈ കുന്നിന് മുകളിൽ കണ്ടത്? ആ, ഈ പാറപ്പുറത്താലാണ്. ആ മുകളിൽ ആ വേലിയുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്നില്ലേ? അവിടെ വന്ന് കിടക്കുമായിരുന്നു. എങ്ങനെയാ? അവിടെ കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞേ. ഈ ഭാഗത്താട്ടോ പുലീനെ കണ്ടത്. പേരെങ്ങനെയാ? ഷൺമുഖൻ. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കുറേ ആയില്ലേ ഇങ്ങനെ പശുക്കളെ ഇങ്ങനെ പോകുന്നില്ലേ? എല്ലാവരും പോയിട്ടുണ്ട്, കുറേ ആൾക്കാർ പോയിട്ടുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചാനലും ഇതൊക്കെ വരുന്നത്. അല്ലേ? ഇപ്പോൾ ഇങ്ങനെ സ്ഥിരമായതുകൊണ്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലേ? എന്താ ചെയ്യുക? ഇപ്പം ഇന്നും ഇപ്പോൾ കൽപ്പറ്റ പോയപ്പോൾ ആ ഡോക്ടർ ഇല്ല അവിടെ. ഈ നോക്കിയ വെറ്റനറി ഡോക്ടറോ? വെറ്റനറി ഡോക്ടർ. ആ, വെറ്റനറി ഡോക്ടർ വന്നിട്ടുമില്ല. അയാൾ മാനന്തവാടിയിൽ നിന്ന് വരണം. അങ്ങനെ നഷ്ടപരിഹാരത്തിനാ? അല്ല, എൻ്റെ എഴുതി കൊടുക്കാം. അല്ല തയ്യ. ആ ഭാഗത്തൊന്നും വീടുകളില്ല? ആ ഭാഗത്ത് ഈ കാണുന്ന വീട് തന്നെ ഉള്ളൂ. ഇതൊക്കെ പാടിയാളല്ലേ? ഇതൊക്കെ പാടിയാളാ. ഇതൊക്കെ പോയി. എല്ലാവരും ഒഴിവായി പോയതാ? ഒക്കെ ഒഴിവായി പോയി. അവിടെ രണ്ടാളായിട്ടുള്ളൂ, വേറെ ആരുമില്ല. ഇത് തോട്ടം പൂട്ടിയ പോലെയാണ്. ഇത് ഫോറസ്റ്റ് പോലെ ആയില്ലേ? കണ്ടില്ലേ തോട്ടം? പിന്നെ പുലിയെല്ലാം ഉണ്ടാകുക. കണ്ടാമൃഗം ഉണ്ടാവും ഇവിടെ. കണ്ടാമൃഗം വരെ ഉണ്ടാവും. എന്താ ചെയ്യാ? ഇനിയിപ്പം അവരെ നഷ്ടപരിഹാരത്തിന്റെ കാര്യം വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ എഴുതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ പോയപ്പോൾ ഡോക്ടറില്ല, അപ്പോൾ ഞാൻ തിരിച്ചു വന്നു. പൊളിച്ചില്ലേ റോഡ്? നമ്മളിപ്പോൾ കണ്ട പോലെ ഇതേപോലെ പശുക്കളെ വളർത്തി ജീവിക്കുന്നവരാണ് ഇവിടെ കൂടുതലും. നിരവധി ആൾക്കാർക്ക് ഇവിടെ പശു ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരുടെ പശുവിനെ ഇവിടുന്ന് മിസ്സാവുന്നുണ്ട്. കൂടുതൽ ആൾക്കാരും ഇതേപോലെ തന്നെ ഈ തേയിലത്തോട്ടം ഇങ്ങനെ വിശാലമായിട്ടിങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. ഈ തേയിലത്തോട്ടങ്ങളിൽ ഒക്കെ ഇങ്ങനെയാണ് കൊണ്ടേ കെട്ടിയും ചിലരൊക്കെ അഴിച്ചു വിട്ടുമൊക്കെയാണ് തീറ്റിക്കുന്നത്. പണ്ട് മുതലേ അവർ അങ്ങനെയാണ് ചെയ്തു വന്നിരിക്കുന്നത്. പക്ഷേ ഈയിടെയായിട്ട് ഇങ്ങനെ പുലിശല്യവും അതുപോലെ തന്നെ കടുവാശല്യവും ഒക്കെ കൂടി കഴിഞ്ഞപ്പോഴാണ് പലരുടെയും പശുക്കളെയൊക്കെ മിസ്സാകാൻ തുടങ്ങിയത്. കഴിഞ്ഞൊരു 5-6 മാസത്തിനിടയ്ക്ക് ഒരു 6-7 പശുക്കളെങ്കിലും മിസ്സായിട്ടുണ്ട്. പല എപ്പിസോഡ് നമ്മൾ ചാനലിൽ കൂടെ തന്നെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു 6 എപ്പിസോഡെങ്കിലും നമ്മൾ ഇതിനെക്കുറിച്ച് ഈ ഒരു ഭാഗത്ത് പ്രശ്നങ്ങളെക്കുറിച്ചും പശുവിനെ പിടിച്ചതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസവും ഇതേപോലെ 2 പശുക്കളെ പിടിച്ചിരുന്നു. അന്നും നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ചെയ്താണ്. അന്ന് ദേശീയപാത ഉപരോധവും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇവരൊക്കെ പുലിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കണ്ട ആ പാറയുടെ പുറത്ത് ഇവിടെ പടം കാണാൻ ആണല്ലേ? ഇന്നലെ അല്ലേ? അപ്പത്തെ ഓർമ്മ കടുവുണ്ടായിരുന്നു.
കടുവ അപ്പുറത്തെ ഭാഗത്ത്. അപ്പൊ ആൾക്കാർ ഇതിനെ കണ്ടിക്കൊണ്ട് ആരും എല്ലാരും ഇതിനെ കണ്ടെന്ന് അപ്പുറത്താണ് കണ്ടുണ്ടായത്. അത് അവിടെ ഒന്നുകൊണ്ട് അത് ഇതിങ്ങോട്ട് മാറിയത്. കടുവയുണ്ട് അല്ലേ? കടുവ നേരിട്ട് കണ്ടിട്ടുണ്ടല്ലേ? കടുവ ഇതിപ്പോ ഈ ഇവര് പിടിച്ച കടുവ ഫോറസ്റ്റ് റേഞ്ചറും ഇവരൊക്കെ വന്നിട്ട് പോയി പറഞ്ഞല്ലോ DFO വന്ന് കടുവയെ പിടിച്ചതെന്ന്. ഇത് കടുവ എന്ന് പറഞ്ഞു. കടുവ എന്ന് പറഞ്ഞാൽ മുതിർന്നൊരു കുടുംബമല്ല, 6 മാസമായ കടുവ. കുടുംബ കുട്ടികളെ കൂട്ടം പിരിഞ്ഞ അവരെ എന്തെങ്കിലും അഭിപ്രായത്തിൽ 3 ഉണ്ട് അവര് പറയുന്നത്. ഇവിടെ തന്നെ എന്താ പറയാ ടെറിട്ടറി ആയിട്ട് 3 ഇങ്ങനെ വലസി നടക്കുന്നുണ്ട്. 6 മാസമായ പറയുന്ന ഇറങ്ങിയതായിരിക്കും അല്ലേ? അതായിരിക്കും ഒക്കെ കൂട്ടം പിരിഞ്ഞ് നടക്കും. ഇത് വലുതല്ലേ? അതൊക്കെ നല്ല സാധ്യതയുണ്ട്. അതിൽ 200 കിലോനൊക്കെ ഉണ്ടാവും. 200 കിലോ ഉണ്ടാവും. ഇന്നലെ കണ്ടാ? അവിടെ കണ്ടേ. അതെവിടെയായിട്ട്? ഏലപ്പാറ എല്ലാ പ്രാവശ്യം ഉണ്ടാവുന്ന സ്ഥിരമായിട്ട് വന്ന് അല്ലേ നിൽക്കുന്ന സ്ഥലത്തല്ലേ? അവിടെ പുലിയൊന്നും ഇവിടെ നമുക്കൊരു പ്രശ്നമില്ല. പക്ഷെ ആ പുലി ഇന്നലെ വരാൻ കാരണം അത് അവിടെ ഉള്ളതുകൊണ്ടാണ്. കടുവ അവിടെയാണുള്ള പുലിയും കൊട്ടുന്നല്ലേ? നദി ഇന്നും വരെ അങ്ങനെ കാണില്ല. ഈ പുലി ഇവിടെ വർഷങ്ങളായിട്ടുള്ളതാണ്. അങ്ങനെ ആളുകൾക്കോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കൊന്നും ഉപദ്രവമൊന്നും ഇല്ലാത്തൊരു സാധനം അത്. പക്ഷെ ഈ കടുവ ഇറങ്ങിയതുകൊണ്ടാണ് ഈ മൃഗങ്ങളും എല്ലാ സാധനങ്ങളും നഷ്ടപ്പെടാൻ തുടങ്ങിയത്. അല്ലാണ്ട് ഇവിടെ ഈ കാട്ടുകൂടെ പോയിട്ട് എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ് ഈ പുലി. നമ്മൾ നിരന്തരം കാണുന്നതുമാണ്. അങ്ങനത്തെ ശല്യക്കാരനൊന്നല്ല അയാള്. ആ ഒരു പുലി ഇനി അതന്നെയാണോന്ന് പറയുമ്പോൾ ഇനി ഒന്നാണോ ഉള്ളത്, ഒന്നല്ല രണ്ടാണോ, നമ്മൾ കാണുമ്പോ എല്ലാം ഒരേപോലെ തന്നെയാണ്. പക്ഷെ ഇന്നലെ കണ്ടത് കുറച്ചുകൂടി വൃത്തിയുള്ള ഒരു പുലിയാണ്. ഇവര് കൂട് വെക്കുമ്പോൾ മാറണോ അല്ലേ? പിന്നെ വൈക്ക് വരുന്നില്ല. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈക്ക് വരുന്നില്ല. ഇവിടെ വെച്ചിട്ട് അന്ന് ഒരു കൂട്ടിലും ഇതുവരെ കേറിയിട്ടില്ലല്ലേ? ഇവിടെ നമ്മൾ ആദ്യം പിടിച്ചതാ പുലിനെ. അത് ഇവരെ സഹായം തന്നെ. ഒരു കൂട് മാത്രം ഞങ്ങള് പോയിട്ട് കൊണ്ടുവന്നതാ. അത് കരിമ്പുലിയല്ലേ? കരിമ്പുലി 2 പുലിനും പിടിച്ചു. അത് കുറെ വർഷമായില്ലേ? 10-25 വർഷമായില്ലേ? കൂട് വിളിച്ചു പോയി. അതിതാ ഈ നേരെ താഴ്ന്നതിന്റെ അപ്പുറത്താ പോയി. അല്ലേ? അത് എത്ര നാളായി? അത് അതിന്റെ ആ ടൈമില് അതിന്റെ ശേഷമാണ് കരിമ്പുലി. ഏകദേശം 5-8 വർഷം. അവര് പറഞ്ഞ കുറച്ചാൽ ഞങ്ങത്തെ സാധനം ഇവിടെ ഇല്ല. കരിമ്പുലി അത് വേറെ ഇവിടെ കാട്ടിട്ടുള്ളൂ. പിടിച്ച് കാണിച്ചപ്പോഴാണ് അവർക്ക് റേഡിയോ കോളർക്ക് ഇട്ട് വിട്ടേന്ന് ചത്തൊന്നും പറഞ്ഞില്ല. കരിമ്പുലി ഇവിടെ ഇല്ലാന്ന് പറഞ്ഞല്ലേ? അതിനകത്ത് റേഡിയോ കോളർ ഇട്ടിട്ട് ഒരു വിട്ടേ. അങ്ങനെ അത് ചത്തുപോയി. ആ ചത്തൊന്നും ഒന്നും പിന്നെ അതിനെ പറ്റിയത് ഒന്നുമില്ല. എല്ലാം പറയുമ്പോഴും അങ്ങനെ തന്നെ പറയാ. അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല, അതാണ് ഇതാണെന്ന് പറയും. ഒരു കടുവ ഉണ്ടെന്ന് ഒരു പറയില്ലല്ലോ. ഒരു പറയില്ല, ഒരിക്കലും അംഗീകരിക്കില്ല. ഇവിടെ കടുവ ഉണ്ട് എന്ന് ഒരു അംഗീകരിക്കും. പക്ഷെ ഞാൻ അവര് പറഞ്ഞു സംഗതി സോലത്തിൽ പറഞ്ഞു കടുവ തന്നെയാണ് വിളിച്ചത്. വലുതല്ല. ഈ കരിമ്പുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലി തന്നെയാണ്. അത് പുലിയുടെ പുള്ളി, കറുത്ത പുള്ളി മൊത്തം ശരീരം മൊത്തം ആകുന്നതാണ്. അത്രേ ഉള്ളൂ. നമുക്ക് പാണ്ട് പിടിക്കൂലേ കരിമ്പുലി. അതിന്റെ അടുത്ത് ചെന്ന് നോക്കിയാൽ പുള്ളി കാണാം. അതിന് അടുത്ത് പിടിച്ച് നിന്നിട്ട് രോമം ഇങ്ങനെ മാറ്റി നോക്കിയാൽ പുള്ളി കാണാം. അല്ല അതുണ്ടാവും. പക്ഷെ ഇവിടെ ഉണ്ടായതിനൊന്നും ഇല്ലേനു. ഇവരെല്ലാം പരീക്ഷ ഫുൾ കറുപ്പാണ്. പച്ച കളറായിട്ട് ഇവിടെ നല്ല സാധനം അറിയാം. അജന്തക്കാരൻ എപ്പോഴും ഉണ്ട്. അജന്ത എടുത്ത് വെച്ചേക്കുന്നത് അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സോമൻ ചേട്ടനല്ലേ? കുരങ്ങപ്പല്ല 1-2 വന്നാലുള്ളൂ. മറ്റേ കടുവ വന്നാൽ അതുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ കാണുന്നില്ല. ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങി വരുന്നില്ല. നല്ല നിങ്ങളെല്ലാം ഉള്ളതുകൊണ്ടല്ലേ? സാധനം ഉള്ളതുകൊണ്ട് പുലിയും കടുവ ഒക്കെ നിരന്നുള്ളതുകൊണ്ടല്ലേ? പിന്നെ ഇവിടെ അധികം ഇതുണ്ടായിരുന്നു. എന്താ പറയാ, പന്നി, മാന്, മറ്റേ ആട്. ഇപ്പൊ അതൊന്നും ഇന്നലെ കാണുന്നില്ല. അത് രാവിലെ ഒരു കാട്ടാട് ഇവിടെ കരയുന്നുണ്ടായിരുന്നു. വൈകുന്നേരം കഴിഞ്ഞ ശനിയാഴ്ച ഇതിനെ പിടിക്കുന്നതിന് തൊട്ട് ദിവസം മുമ്പാണ് അവിടെ വെച്ചിട്ട് പന്നീനെ പിടിച്ചത്. ഇവരൊക്കെ ചെടിയിൽ കെട്ടി വരുന്നവർ കണ്ടിറങ്ങാൻ പറ്റുമോ? ഇവിടുന്ന് ഒരു പേടിച്ചു പോയി വരും. നമ്മൾ നിൽക്കൂല. ചെടി എന്താ പിടിക്കുന്ന അറിയില്ലല്ലോ. രാവിലെ ഇവര് കിട്ടു പോയതായിരുന്നു. ഇപ്പൊ ഈ പെരുന്നറ്റ ഭാഗത്ത് ഇപ്പൊ എത്ര ആളുകൾ താമസിക്കുന്നുണ്ട് ശരിക്കും? ഇവിടെ ഒരു 100-150 കുടുംബം തന്നെ ഉണ്ട്. ആളുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് വോട്ടേഴ്സ് ലിസ്റ്റിലടക്കാം. വോട്ടുള്ളവരെ കാര്യം കേട്ടോ. വോട്ടുള്ളത് ഏകദേശം 900 സംതിങ് ഉണ്ട്. പിന്നെ കുട്ടികളും എല്ലാരും കൂടി ഉണ്ടല്ലോ. ഈ 900 സംതിങ്ങിൽ തന്നെ ഒരു 100-250 ആൾക്കാർ ഗൾഫില്. ബാക്കി ഒരു 700 ആൾക്കാരും ഇവിടെ സ്ഥിരം ആയിട്ടുണ്ട്. പോരാത്തത് പിന്നെ എന്താ പറയാ, കുട്ടികളെ എണ്ണം നമുക്ക് കൃത്യമായിട്ട് വോട്ടേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്നാലും കുട്ടികൾ ആയിട്ട് ഒരു 1000 ആൾക്കാർ എന്തായാലും ഇവിടെ ഉണ്ട്. എങ്ങനെയാലും ഇവിടെ ചെക്കന്മാർ ഇവിടെ കളിക്കുക, ഫുട്ബോൾ കളിക്കാൻ അവിടെ തീയിട്ട് വരുന്നുണ്ട്. ഒപ്പം പ്രൊസസ്സായിട്ട് ഒന്നുമില്ല. ആളുകളും വൈകിട്ടായ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഇല്ല, എല്ലാവർക്കും പേടിയാണ്. സാധനം ഇങ്ങനെ നമ്മളെ ഇത്ര കാലം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഈ തൊഴുത്തിലൊന്ന് പിടിക്കുക, ജനവാസ മേഖലയിൽ വരിക, അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല.
കുറച്ച് അകലെ ഒരു കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കാണുക, അല്ലെങ്കിൽ 1/2 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കാണുക, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കൂടെ നിരന്തരം ജനവാസ മേഖലയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ തൊട്ടടുത്ത് നമ്മളിവിടെ ഈ പുലി ഇപ്പോൾ പിടിച്ചെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് നമ്മളെ സ്കൂളിൽ 500 മീറ്റർ പോയാൽ നമ്മളെ പെരുന്തട്ട 1 മുതൽ LKG മുതൽ 7ാം ക്ലാസ് വരെ കൽപ്പന മുനിസിപ്പൽ സ്കൂളാണ്. ആ സ്കൂള് നിങ്ങൾക്ക് ഇവിടുന്ന് കാണുന്നുണ്ടോ? അത്രയും കാട് അതിനപ്പുറം തൊഴിലുറപ്പാർ വിട്ടുന്നുണ്ട് ഇപ്പൊ അങ്ങ് റോഡ് സൈഡ്. ഇപ്പൊ നിർബന്ധം പറഞ്ഞിട്ട് മുനിസിപ്പാലിറ്റിയും കളക്ടറുമൊക്കെ ഇടപെട്ടിട്ട് എസ്റ്റേറ്റ് കുറച്ച് കാലങ്ങളായിട്ട് പൂട്ടി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മെയിൻ്റെനൻസ് ഒന്നും നടക്കുന്നില്ല. വലിയ കാടായിരിക്കുകയാണ്. ഫോറസ്റ്റിനെക്കാട്ടും വലിയ കാടാണ്. അതാണ് ഇപ്പൊ ഇതിന്റെ അവസ്ഥ. പിന്നെ ഏത് എവിടെ പോയിട്ട് വെള്ള സൗകര്യം ഉണ്ട്. അതാണ് ആ കുന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, മുകളിലൊക്കെ വെള്ള സൗകര്യം ഒരിക്കലും പറ്റാത്ത വെള്ളമുണ്ട്. പിന്നെ ഈ പറഞ്ഞ നല്ല ഭക്ഷിക്കാനുള്ള സാധനങ്ങൾ കിടക്കാനുള്ള ഒരു ഇതൊന്നും മടന്റെ ഇവിടെ പോയാൽ നമ്മള് കല്ല് ആദ്യം ഞങ്ങൾ മറ്റേ കല്ലിട്ട് പശുക്കളൊക്കെ ആദ്യം വന്നു കുറെ നേരം കാണുള്ളൂ എത്തണമെങ്കിൽ. അത്രയും വലിയ മടകളൊക്കെ ഉണ്ട്. ഒരു ഫോറസ്റ്റ് എവിടെയാ ഇത് ഭാഗത്തായിട്ടാ? ഇതൊക്കെ ഫോറസ്റ്റ് തന്നെ. നമുക്ക് ഇവിടുന്ന് 100 മീറ്റർ വിട്ട് കഴിഞ്ഞാലും ഒക്കെ ഫോറസ്റ്റ് തന്നെയാണ്. എസ്റ്റേറ്റുമായിട്ട് അതിര് പങ്കിടുന്നത് ഫോറസ്റ്റുകൾ തന്നെയാണ്. ഒന്നും രക്ഷയില്ല. അങ്ങനെ ഒരുപാട് ദൂരം ഒന്നും പോകേണ്ട ആവശ്യമില്ല. ചെറിയ കുന്നുകളും ഫോറസ്റ്റ് ഉണ്ടല്ലോ അടുത്ത്. ഫോറസ്റ്റായി ഇപ്പൊ ഈ എസ്റ്റേറ്റ് ഫോറസ്റ്റ് ആയി. ഫോറസ്റ്റിനെക്കാട്ടി വലിയ കാടായിട്ടാണ് ഇപ്പൊ ഈ എസ്റ്റേറ്റ് ഉള്ളത്. അങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ സ്കൂൾ കാണുന്നുണ്ട്. ആ അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. അങ്ങനെ തന്നെയാണ്. അപ്പൊ എസ്റ്റേറ്റ് വെട്ടിക്കാനുള്ളത് ഇപ്പൊ വയസ്സ് ഏകദേശം 70-72 വയസ്സായിട്ടുണ്ടോ മൂപ്പർക്ക്? ഒന്ന് കണക്കൂട്ട്. പഠിച്ചത് അവിടെ 2 കൊല്ലം, 2 വയസ്സ്, 2ാം ക്ലാസ് വരെ. 60 വർഷം മുന്നേ സ്കൂളല്ലേ? അതിപ്പോ ആ സമയം അന്നൊക്കെ ഒത്തിരി പിള്ളേരുണ്ടോ അവിടെ? ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കാൻ സ്ഥലമില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് പിന്നെ ABCD 4 ഡിവിഷൻ തന്നെ ഉണ്ടായിരുന്നു. 1ാം ക്ലാസ് ABCD 4 ഡിവിഷൻ തന്നെ. ബസ്സിലുണ്ടല്ലോ ഇവിടെ താമസിക്കുന്ന കുട്ടികളെ ഇപ്പൊ അവിടെ ആളില്ല. ഇപ്പം കുറച്ച് കുട്ടികൾ വന്നിട്ട് ഇവിടെ ഒരു ഗ്രീൻ വാലി സ്കൂൾ പലായില് കുറച്ച് അനാഥ കുട്ടികൾ ജീവിക്കുന്ന അവരെ കൊണ്ടുവന്ന് പഠിപ്പിക്കുകയാണ്. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാല് ആരും ഈ സ്കൂളിലേക്ക് വിടുന്നില്ല. ഇവിടെ കടുവശല്യം, പുലിശല്യം, പിന്നെ ഞങ്ങളെ മക്കളെ എങ്ങനെ ഇങ്ങോട്ട് വിടുന്നതാണ് ചോദിക്കുന്നത്. ആരും ചേർത്താൻ തയ്യാറല്ല. എല്ലാവർക്കും പേടിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്കൂളാണ് പെരുന്തട്ട ഗവൺമെൻറ് LP സ്കൂളാണിത്. ഇത്ര നേരം അവിടെ ആ ചായക്കടയിൽ അവർ സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്കൂളാണ് ഈ കാണുന്നത്. അതിൻ്റെ ഒരു പരിസരമാണ് കാണുന്നത്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ കാട് പിടിച്ച് കിടന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പം ആ ദൂരെ കാണുന്ന പോലെ തന്നെ തേയിലക്കാടായിരുന്നു ഇത്. അതുപോലെ കാട് പിടിച്ച് കിടന്ന തേയിലത്തോട്ടങ്ങളായിരുന്നു. ഇതിപ്പോൾ ഏതായാലും ഇപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ഇപ്പോൾ കാടൊക്കെ തെളിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഭാഗം ഇത്രയെങ്കിലും തെളിഞ്ഞ് കാണുന്നത്. കഴിഞ്ഞ 1-2 ആഴ്ചയ്ക്ക് മുന്നേയൊക്കെ ഞാനിവിടെ വന്നപ്പോൾ മൊത്തം കാട് പിടിച്ച രീതിയിലായിരുന്നു ഈ ഒരു പ്രദേശം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവർ പറയുന്നതൊക്കെ കേട്ടു. ഇത് ഗവൺമെൻറ് UP സ്കൂളാണ്. ഒത്തിരി പിള്ളേർ പഠിച്ചു പോയ ഒരു സ്കൂളാണ്. ഇപ്പോൾ അവിടെ നമ്മൾ ആ കടയിൽ കണ്ട ആ ഒരു പ്രായമുള്ള ചേട്ടൻ പോലും ഈ ഒരു സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ തീരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്യമൃഗങ്ങളൊക്കെയുള്ള പ്രദേശത്തിലേക്ക് കുട്ടികളെ വിടാനായിട്ട് മാതാപിതാക്കൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ ഈ പെരുന്തട്ട പ്രദേശം കടന്നു പോകുന്നത്. പുലിയായിട്ടും അതുപോലെ തന്നെ കടുവയായിട്ടും ഒക്കെ, അതുപോലെ തന്നെ ചോലനായ്ക്കൾ, വൈൽഡ് ഡോഗ്സൊക്കെ ഇവിടെയുണ്ട്. നമ്മളിതിന് മുന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചു തന്നിരുന്നത് നമ്മൾ വേലായുധൻ ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ചോലനായ്ക്കളുടെ കാര്യം പറയുന്നത്. അതുപോലെ തന്നെ വൈൽഡ് ഡോഗ്സ് ഇവിടെ ഛർദ്ദിച്ചിട്ടിരിക്കുന്ന ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുപോലെ നിരവധി പ്രശ്നങ്ങൾ, വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങൾ നല്ല രീതിയിലുണ്ട്. ഒരു മഴയൊക്കെ തുടങ്ങുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ആനയുടെ പ്രശ്നവും ഈ ഒരു ഭാഗത്ത് വരും. അപ്പോൾ ഒത്തിരിയധികം ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. പക്ഷേ ഈ എസ്റ്റേറ്റ് പൂട്ടി കിടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഉള്ള ആളുകളുടെ ഒരു സ്ഥിതി ഇപ്പോൾ ഇതാണ്. അപ്പോൾ വരും ദിവസങ്ങൾ എന്തായാലും നമ്മൾ ഇതിനെക്കുറിച്ച് ഇവിടെ മറ്റെന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ചാനലിൽ കൂടെ കാണിക്കുന്നതായിരിക്കും. അതായത് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.